എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ലൈറ്റ് ആണ്, അതായത് ഫോട്ടോൺസ് ആണ്. ഇതാണെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോൺസിനെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ലൈറ്റിനെ സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ശരിക്കുള്ള റിയാലിറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിപ്പോ ഒരു പറയുന്നത് ശരിയാണോന്ന് വെച്ചാൽ അത് ശരിയല്ല, എന്നാൽ തെറ്റാണോന്ന് വെച്ചാൽ അത് തെറ്റുമല്ല. അതായത് ഒരു ക്വാണ്ടം ലെവലിലാണ് ശരിക്കും നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ചാനലിൽ മിക്കവാറും ആദ്യമായിട്ടായിരിക്കും നമ്മൾ ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈറ്റിനെ, അതായത് ഫോട്ടോൺസിനെ സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ള ഒരു ഹെഡിങ്ങിന് പകരം ഫോട്ടോൺസിനെ സൂപ്പർ സോളിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇറ്റാലിയൻ സയന്റിസ്റ്റുമാർ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഫോട്ടോൺസിനെ, അതായത് ലൈറ്റിന്റെ പാർട്ടിക്കിൾസിനെ ഈ പറയുന്ന സൂപ്പർ സോളിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, സൂപ്പർ സോളിഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? മാറ്ററിന്റെ സ്റ്റേറ്റിന്റെ ഏത് ലെവലിലാണ് ഈ സൂപ്പർ സോളിഡ്സ് നിൽക്കുന്നത്? ജനറലി സൂപ്പർ സോളിഡ്സ് എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു മാറ്ററിന്റെ സ്റ്റേറ്റ് ആണ്. ഈ ഒരു മാറ്ററിന് സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും. അതായത് ഒരേ സമയം സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ സൂപ്പർ സോളിഡ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു പാറക്കല്ല് വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ശരിക്കും സൂപ്പർ സോളിഡ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ ഒക്കെ എഴുതുന്നതായിരിക്കും, പക്ഷെ ഇത് ശരിക്കും റിയാലിറ്റിയാണ്. ഇതെങ്ങനെയാണ് ഇവർ അച്ചീവ് ചെയ്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ ഇട്ടിച്ച് പോയത്, കാരണം വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലത്തെ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അത് മിക്കവാറും നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഈ ടേമിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഇപ്പൊ എൻ്റെ ഒരു മാറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് ഒരുപാട് ആറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ആറ്റംസ് എല്ലാം അതിന്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് കളഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരു ഒറ്റ ക്വാണ്ടം എൻറ്റിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരും. ഇനിയിപ്പോ സൂപ്പർ ഫ്ലൂയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രിക്ഷൻ ഇല്ലാണ്ട് ഒഴുകുന്ന ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ വെള്ളം ഒരിടത്തൂടെ ഒഴുകുകയാണെങ്കിൽ എന്തായാലും അതിന് ചെറിയ രീതിയിലുള്ള ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ സൂപ്പർ ഫ്ലൂയിഡിന് ഈ പറയുന്ന ഫ്രിക്ഷൻ ഒന്നും ഇല്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഒഴുകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ശരിക്കും അതിനുള്ളത്. പക്ഷേ ഈ പറയുന്ന ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരിക്കലും സോളിഡ്സിന് ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണ്? അതിന്റെ സ്ട്രക്ചർ വളരെ റിജിഡ് ആണ്. അതായത് ഞാനിപ്പോ ഈ ഒരു ഫോൺ ഒരു സർഫസിൽ വെച്ചിട്ട് ഇങ്ങനെ നീക്കാൻ നോക്കുകയാണെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നീക്കാൻ. കാരണം എന്താണ്? ഈ ഒരു സംഭവം ഈ സർഫേസുമായിട്ട് ഒരു കോണ്ടാക്റ്റിലാണ്. അപ്പൊ ഞാനിത് പുഷ് ചെയ്യുകയാണെങ്കിലും ഇതിന് നീങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോളിഡിന്റെ അകത്തുള്ള ആറ്റംസ് വളരെയധികം റിജിഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരിക്കലും ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതാണ് ജനറലി സോളിഡ്സിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷെ ക്വാണ്ടം നേച്ചറിന് ഒരു മാറ്ററിന് ഒരേ സമയത്ത് 2 തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഫോളോ ചെയ്യാൻ പറ്റും. അതായത് സോളിഡിന്റെ ക്യാരക്ടറും ലിക്വിഡിന്റെ ക്യാരക്ടറും ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല രീതികളും ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു പാറക്കല്ല് വെള്ളം പോലെ ഒഴുകുന്ന എക്സാമ്പിൾ ഇല്ലേ, അതാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഒരു മാറ്ററിന് 2 സ്റ്റേറ്റ് ഒരേ സമയത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നുമെങ്കിലും ഇതെങ്ങനെയാണ് ഇവർ അച്ചീവ് ചെയ്തെടുത്തത്? ഇത് ശരിക്കും നടന്നൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇവർക്ക് നടത്തിയെടുക്കാൻ പറ്റിയത്? അത് ഞാൻ പയ്യൊന്ന് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എങ്ങനെയാണ് ഫിസിക്കലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റംസിനെ നമ്മൾ സൂപ്പർ കൂൾ ചെയ്താൽ മതി. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു സാധനം ഫിസിക്കലി തണുപ്പിക്കണമെങ്കിൽ എനിക്കൊരു ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ മതി. പക്ഷേ അറ്റോമിക് ലെവലിൽ പോവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള സംഭവങ്ങളെയൊക്കെ തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു മെത്തഡ് കൂടി ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ സയന്റിസ്റ്റുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഹീലിയം അല്ലെങ്കിൽ റുബീഡിയത്തിന്റെ ആറ്റംസ് എടുക്കും, എന്നിട്ട് അതൊരു വാക്യൂം ചേംബറിന്റെ അകത്ത് ഇങ്ങനെ വെക്കും. അതിനുശേഷം വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ലേസർ ബീം പല ഡയറക്ഷനിലൂടെ ഈ ഒരു ആറ്റത്തിന്റെ മണ്ണിനെ കൊളൈഡ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ആറ്റംസ് പയ്യെ തണുക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് തണുക്കാൻ തുടങ്ങാനുള്ള റീസൺ ഡോപ്ലർ കൂളിംഗ് ആണ്. ഇനിയിപ്പോ ഡോപ്ലർ കൂളിംഗ് എന്താണ് ചോദിക്കുന്നവർക്ക്, ഈ ലേസർ എന്ന് പറയുന്നത് ശരിക്കും ഫോട്ടോൺസ് ആണ് അല്ലെ? അപ്പോൾ ഈ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഫോട്ടോൺ പാർട്ടിക്കിൾസ് പല ഡയറക്ഷനിലൂടെ റിഫ്ലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഹീലിയം റുബീഡിയം ആറ്റംസിന്റെ സ്പീഡ് പയ്യെ പയ്യെ കുറഞ്ഞു. കാരണം എന്താണ്? ഇവിടെ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ലൈറ്റ് ബീമാണ് ഇവിടെ വന്ന് ഇടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ആറ്റംസ് സ്ലോ ആവുകയും, അതായത് ഈ ആറ്റംസിന്റെ കൈനറ്റിക് എനർജി പയ്യെ പയ്യെ കുറഞ്ഞു വരികയും അവിടെ ഒരു ചെറിയ തണുപ്പ്, ഒരു കൂളിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഡോപ്ലർ കൂളിംഗ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ 1-2 ഫോട്ടോൺസിന്റെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, മില്യൺസ് ഓഫ് ഫോട്ടോൺസ് ഈ പറയുന്ന ആറ്റംസിൽ ഒന്ന് ഇടിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഫിനോമിന സംഭവിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ആറ്റംസും ഒന്നും തണുക്കില്ല, ചില ആറ്റംസ് മാത്രമേ തണുക്കുള്ളൂ. അപ്പോൾ ഈ തണുത്തിരിക്കുന്ന ആറ്റംസിന് നമ്മൾ ഒരു മാഗ്നറ്റിക് മീഡിയം ഉപയോഗിച്ചിട്ട്, ഒരു കാന്തം പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ വലിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ തണുത്തിരിക്കുന്ന ആറ്റംസിന് നമ്മൾ ഒരിടത്ത് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും അവിടുത്തെ ഓവറോൾ ടെമ്പറേച്ചർ താഴോട്ടും, അതായത് ഏകദേശം 10⁻⁻⁹ കെൽവിൻ വരെ എത്തുന്നതാണ് പറയുന്നത്.
ഇത്തരം വളരെ എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആറ്റംസ്, അതായത് ഈ വളരെ സൂപ്പർ കൂൾഡ് ആയിട്ടുള്ള ആറ്റംസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതായത് എല്ലാ ആറ്റംസും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഒരു ഒറ്റ ആറ്റമായിട്ട് മാറും, അതായത് ഒരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് മാറും. ഇങ്ങനെ കൂടിച്ചേർന്നുണ്ടായ ഒരു ഒറ്റ കണ്ടൻസേറ്റിനെയാണ് നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും അതിന്റെ തിയറി. അതിനുശേഷം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഒരു കണ്ടൻസേറ്റിനെ ലേസർ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതായത് ക്വാണ്ടം ലെവലിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ബേസ് മാത്രമാണ്. അതായത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അത്രയുമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇത് മനസ്സിലായാലാണ് എങ്ങനെയാണ് സയന്റിസ്റ്റുമാർ ഫോട്ടോൺസിന്റെ ഒരു സോളിഡ് ആയിട്ട് എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി തന്നെ സയന്റിസ്റ്റുമാർ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ എടുത്തു. അതിനുശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേസർ ലൈറ്റ് ഈ ഒരു സെമി കണ്ടക്ടറിലേക്ക് അവരിങ്ങനെ ബീം ചെയ്തു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സെമി കണ്ടക്ടറിന്റെ അറ്റോമിക് ലെവലിൽ ഈ ഫോട്ടോൺസും ഈ ആറ്റംസും നമ്മളിങ്ങനെ കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. ഇതിനാണ് നമ്മൾ പൊളാരിട്ടോൺസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ പോയിന്റ് ചെയ്ത ലേസർ ലൈറ്റ് പല ഇന്റൻസിറ്റിയിലും പല ഇതിലൊക്കെ ട്യൂൺ ചെയ്ത് നോക്കുമ്പോഴേക്കും അവർക്ക് ഈ പറയുന്ന ഒരു സൂപ്പർ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയത് ഈ പറയുന്ന ഹൈബ്രിഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പൊളാരിറ്റോൺസിനെ ഒരു സൂപ്പർ സോളിഡ് സ്റ്റേറ്റിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റി. ഇപ്പൊ കിട്ടിയ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇല്ലേ, അതിനെയാണ് ഫോട്ടോണിക് സൂപ്പർ സോളിഡ് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് ആണ്, പക്ഷെ ഇത് സോളിഡും ആണ്. അത് ക്വാണ്ടം ലെവലിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫോട്ടോൺസ് ഒരേ സമയം സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവര് സൂപ്പർ സോളിഡ് ലൈറ്റ് അച്ചീവ് ചെയ്യാൻ ഉപയോഗിച്ചത് എക്സൈറ്റോൺ പൊളാരിട്ടോൺ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് പാർട്ടിക്കിളാണ്. ഇനിയിപ്പോ എക്സൈറ്റോൺ പൊളാരിട്ടോൺ എന്താണ്, അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ എക്സൈറ്റോൺ എന്ന് പറയുന്ന ഒരു പെയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എക്സൈറ്റോൺ പൊളാരിട്ടോൺ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സൈറ്റോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് ബീം ഒരു മാറ്റർമോ ഒന്ന് ഇടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലൈറ്റ് ബീമിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഈ മാറ്റർ അബ്സോർബ് ചെയ്തെടുക്കും. അതായത് ലൈറ്റിന്റെ അകത്തുള്ള ഫോട്ടോൺസിനെ ഈ മാറ്ററിനകത്തുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തെടുക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മാറ്ററിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് പയ്യെ എക്സൈറ്റഡ് ആയിട്ട് കുറച്ചുകൂടി ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് നിൽക്കുന്ന ഒരു സ്ഥലം ഒരു വോയിഡ് ആയിട്ട് മാറും. അതായത് ഒന്നുമില്ലാത്ത ഒരു എംപ്റ്റി സ്പേസ് ആയിട്ട് മാറും. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സ്പേസിന്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് എന്തായാലും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. കാരണം എന്താണ്, ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള വോയിഡിലേക്കാണ് ഈ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വന്നിരിക്കുള്ളൂ. അത് അങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ, ഈ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് തിരിച്ച് ആ വോയിഡിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഈ വോയിഡിന്റെ അടുത്ത് ചുറ്റിപ്പറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അപ്പൊ ഈ പറയുന്ന വോയിഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഈ പറയുന്ന എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിക്കോട്ടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന വോയിഡും എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോണും തമ്മിൽ ഒരു സ്റ്റേറ്റ് എത്തും. ഇതിനാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ സയന്റിസ്റ്റുമാർ ഈ എക്സൈറ്റോൺ പൊളാരിറ്റോൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ സോളിഡ് ഫോട്ടോൺസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൽ നമ്മൾ ഹീലിയം ആറ്റംസിനെയാണ് സൂപ്പർ സോളിഡ് ആയിട്ട് മാറ്റിയത്. എന്നാൽ ഇതിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് നമ്മുടെ ഇറ്റാലിയൻ സയന്റിസ്റ്റുമാർ ഉപയോഗിച്ചത്. അതായത് ഇവിടെ ഹീലിയത്തിന് പകരം ഫോട്ടോൺസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഫോട്ടോൺസിനെയാണ് ഇവർ സൂപ്പർ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റിയത്. അതിനെയാണ് നമ്മൾ ഫോട്ടോണിക് സൂപ്പർ സോളിഡ്സ് എന്ന് പറയുന്നത്. അതായത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിസ് മാത്രമാണ്. അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഹീലിയത്തിന് പകരം ലൈറ്റിന്, അതായത് ഫോട്ടോൺസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലൈറ്റുമാണ് എന്നാൽ അതൊരു സോളിഡുമാണ്, അങ്ങനത്തെ ഒരു ക്വാണ്ടം സ്റ്റേറ്റിലുള്ള ഒരു സംഭവത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ, ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എത്ര പേർക്ക് മനസ്സിലായെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ഫിസിക്സ് തന്നെയാണ്. ഇതിനെപ്പറ്റി ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ല വലിയൊരു ക്ലാസ് തന്നെ വേണ്ടി വരും. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഇതൊക്കെ ഒരു ക്വാണ്ടം ഫിസിക്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ മാക്സിമം അത് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന ഒരു ലൈറ്റ് സോൾഡ് എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അത് ശരിക്കും ക്വാണ്ടം ലെവലിലുള്ളതാണ്. അതായത് ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ലേസർ ഇമേജിംഗ് ടെക്നിക്സ് പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇമേജിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ന്യൂസിലൊക്കെ കാണുന്ന പോലെ ലൈറ്റിന് സോളിഡ് ആക്കിയതൊക്കെ പറയുന്നത് ശരിക്കും ഒരു ക്ലിക്ക് ബൈറ്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണ് ഞാൻ നോക്കിയത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, ക്വാണ്ടം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിച്ചോ, അതിന്റെ അകത്ത് പോയിന്റ് A to പോയിന്റ് B എനിക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ അവിടെ ചെറിയ രീതിയിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും. അതായത് ഇന്റേണൽ ഫ്രിക്ഷൻ എന്തെങ്കിലും
ഒരു സംഭവം ഉണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികൾസ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഇല്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. അതും ക്വാണ്ടം കമ്പ്യൂട്ടറിലാക്കി ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് കൂടിയാണ്. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.